കോഴിക്കോട് പോലീസിനെ കണ്ട കയ്യിലുണ്ടായിരുന്ന MDMA പൊതി വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശിയായ ഷാനിദാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഈ പോലീസിനെ കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന MDMAയുടെ പൊതി യുവാവ് വിഴുങ്ങിയത്. അഖില CP നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, പറയൂ. ഇന്നലെ രാവിലെ ഏകദേശം 9:15 ഈ ഷാനിദ് ഇത്തരത്തിൽ MDMA അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങുന്നത്. അപ്പോൾ പോലീസിനെ ഭയന്നിട്ടാണ് ഈ യുവാവ് ഈ പാക്കറ്റ് ശ്രീ അഖില CP ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് 9:30 പോലീസിനെ കണ്ട് 130 ഗ്രാം MDMA അടങ്ങിയ പൊതിയാണ് ഈ ഷാനിദ് വിഴുങ്ങിയത്. ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഷാനിദ് മരിച്ചു എന്ന വിവരമാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത്. 130 ഗ്രാം MDMA യാണ് റെയ്ഡിനിടെ പോലീസ് പിടികൂടിയത്. അഖില, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്? ഇത് ഈ ഇത്രയും അളവിലുള്ള MDMA ഉള്ളിൽ ചെന്നതിന്റെ പേരിലാണോ, അതോ അല്ലാതെ ഇദ്ദേഹത്തിന് ഈ ഇത്രയും വലിയ പൊതി വിഴുങ്ങിയത്, ഇപ്പൊ 130 ഗ്രാം എന്ന് പറഞ്ഞാലും ആ പൊതി വിഴുങ്ങിയതിനെ തുടർന്നുള്ള പ്രശ്നമാണ്? എന്താണ് ഈ മരണ കാരണം? രാജീവ്, അതായത് 130 ഗ്രാം MDMAയ്ക്കൊപ്പം പ്ലാസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല 130 ഗ്രാമും MDMA ശരീരത്തിനുള്ളിൽ ചെല്ലുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ സംഭവമാണ്. അപ്പോൾ അതെല്ലാമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഷാനിദിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാവിലെ 9:15, അതായത് ഒരു ദിവസം പിന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ ഷാനിദ് ഇത്തരത്തിൽ പാക്കറ്റ് വിഴുങ്ങിയിട്ട്. അപ്പോൾ സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്ന ഷാനിദിന്റെ അടുത്തേക്ക് പോലീസ് ചെന്ന ഉടനെയാണ് ഷാനിദ് വിഴുങ്ങിയത്. താമരശ്ശേരി സ്വദേശിയാണ്, 28 വയസ്സാണ്. അപ്പോൾ ഇത് പിന്നീടാണ്, അതായത് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി ഷാനിദിനെ എത്തിച്ചതിന് ശേഷമാണ് MDMA പാക്കറ്റാണ് താൻ വിഴുങ്ങിയത് എന്ന കാര്യം താമരശ്ശേരി പോലീസിനോട് വ്യക്തമാക്കുന്നത്. അപ്പോൾ പിന്നീട് ഈ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. MDMA പാക്കറ്റ് വിഴുങ്ങി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതി തന്നെ, അല്ലെങ്കിൽ ഷാനിദ് തന്നെ വ്യക്തമാക്കുകയായിരുന്നു. ഇനിയിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഏകദേശം 10:30 മരണം സ്ഥിരീകരിച്ചത്. കൂടുതൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയായാലാണ് എന്താണ് വ്യക്തമായ കാരണം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ടെന്നാണ് തോന്നുന്നത്. ഇത്രയും അളവിലുള്ള MDMA ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണം സംഭവിക്കുമോ? ഈ പ്ലാസ്റ്റിക് പോലുള്ളതാണോ മരണ കാരണം? മാത്രമല്ല, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചെന്നത്. അപ്പോൾ ഇത് ഉള്ളിൽ വിഴുങ്ങി എന്ന് ഇയാൾ പോലീസിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉള്ള ശ്രമമൊന്നും ഉണ്ടായില്ലേ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. അതിന്റെ എഫക്ട് എത്ര നമുക്കറിയില്ല. MDMAയുടെ ഒക്കെ എഫക്ട് 100-130 ഗ്രാം ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഒറ്റയടിക്ക് വരുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ബോഡി റെസ്പോണ്ട് ചെയ്യുക? അല്ല, ഇത് ഹോസ്പിറ്റലാണല്ലോ, ആശുപത്രിയിലാണല്ലോ. ഡോക്ടർമാർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയേണ്ടതല്ലേ? പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ എത്തിച്ചതിന് ശേഷം ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് ഞാൻ വിഴുങ്ങിയത് MDMAയുടെ പാക്കറ്റ് ആണ് എന്ന് പോലീസിനോട്